എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് നല്ല ഡൗണിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇപ്പോൾ ക്ലോസിങ്ങിന് നിഫ്റ്റി 0.08 മൈനസ് കാണിക്കുന്നു, ബാങ്ക് നിഫ്റ്റി 0.17 മൈനസ് കാണിക്കുന്നുണ്ട്. പക്ഷേ നല്ല രീതിയിൽ ഡൗൺ ഓപ്പണിംഗ് വന്നതിന് ശേഷം ഡൗണിലോട്ട് തന്നെ പോയി അതിന് ശേഷം തിരിച്ച് കയറി വരിക. ഇത് ഡേ ചാർട്ടാണ്. അപ്പോൾ ഡേ ചാർട്ടിൽ ഇത് ഡേ ക്യാൻഡിലാണ് ഈ കാണിക്കുന്നത്. ഇത് നിഫ്റ്റി ബാങ്ക് കണ്ടില്ലേ, ഇന്നലത്തെ ക്ലോസിങ് ഇവിടെയായിരുന്നു 47,548. ഓപ്പണിംഗ് വന്നത് 200 പോയിൻറ്റ് ഡൗൺ വന്നിട്ട് അവിടുന്ന് വീണ്ടും കുറച്ചുകൂടെ 10-60 പോയിൻറ്റ് താഴെ പോയതിന് ശേഷമാണ് തിരിച്ച് കയറി വന്നിട്ട് ഈ ഏകദേശം ഫ്ലാറ്റ് ക്ലോസിങ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ബുള്ളിഷ് ട്രെൻഡ് ബാക്കിയാണ് ഈ ഷെയറിന്, ഈ ബാങ്ക് നിഫ്റ്റിക്കകത്തും നല്ല ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ലാസ്റ്റിലത് 0.08 മൈനസിലാണ്. അങ്ങനെ ഒരു എല്ലാം നല്ല രീതിയിൽ താഴെ നിന്ന് നല്ല രീതിയിൽ കയറി വന്നായിരുന്നു മാർക്കറ്റ്. എന്നിട്ട് തിരിച്ച് ഫ്ലാറ്റായിട്ടാണ് ഏകദേശം ക്ലോസിങ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഇത്രയും ഷെയറുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് 4-5 ഷെയർ ഇന്ന് ചാൻസ് വന്നിട്ടുള്ളത്. കാരണം ഇന്ന് ഓൾറെഡി നല്ല ഡൗണിലാണ് ഓപ്പണിംഗ് വന്നത്. അപ്പോൾ ആ ഷെയർ നമുക്ക് പിന്നീട് നോക്കാം. നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. ഇത്രയും ഷെയറുകളാണ് നാളത്തേന് എടുത്തു വെച്ചിട്ടുള്ളത്. 16 ഷെയർ എടുത്തിട്ടുണ്ട്. ഈ 16 ഷെയറിൽ നമുക്ക് ഏറ്റവും നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറുകൾ നോക്കാം. നമുക്ക് ഏറ്റവും നല്ല ചാൻസ് നാളെ ഞാൻ കൂടുതലും ശ്രദ്ധിക്കാൻ പോകുന്ന ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്ന ഷെയർ ആയിരിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് 9% അപ്പാണ്. ഓപ്പണിങ്ങിൽ എനിക്ക് തോന്നുന്നു ഈ R1 റേഞ്ച് കിട്ടി മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ചാൻസ് ആയിരിക്കും. താഴോട്ട് നല്ലൊരു പ്രോഫിറ്റ് തരാൻ ചാൻസ് കൂടുതലാണ്. അതല്ല ഇപ്പോൾ 74 ക്ലോസിങ്, 1080 ഒക്കെ റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒന്നുകിൽ ഈ റേഞ്ചിന് 1085 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങണം. അതല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു 1113 ഈ റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ ഇതായിരിച്ചിലൂടെ നമുക്ക് സേഫ്. ഇവിടെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് ഹൈലി സ്റ്റോപ്പ് ലോസ് ഉണ്ടാകും. ഞാനീ പറയുന്നത് പുതിയതായിട്ട് പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. അവർക്ക് അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന ട്രേഡിംഗ് രീതി എങ്ങനെയാണെന്ന് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചെയ്യുന്ന രീതിയെ പറ്റിയുള്ള വീഡിയോ കൊടുത്തേക്കാം. അത് നിങ്ങൾ നോക്കി പഠിക്കുക. അതിന് ശേഷം മാത്രം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാവൂ. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് നാളെ നല്ല രീതിയിൽ നമുക്ക് ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറാണ്. അതുപോലെ ഈ രാംകി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ ഷെയറും നമ്മൾ ഇതിനകത്ത് വോളിയം ഇന്ന് കുറവാണ്. 6 ലക്ഷം ഉണ്ടെങ്കിലും ലൈവും ട്രേഡിങ് സമയത്ത് 5 ഷെയർ 10 ഷെയർ അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് ക്വാണ്ടിറ്റി കൂടുതലെടുക്കരുത്. ഒന്നുകിൽ ഇത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ മൂവ്മെൻറ്റ് അധികം വലിയ മൂവ്മെൻ്റ് ഒന്നും കാണിച്ചിട്ടില്ല. ഈ ഒരു 610 ഈ 625 റേഞ്ചിലായിരുന്നു കൂടുതൽ ടൈം എന്ന് തോന്നുന്നപ്പോൾ നല്ല മൂവ്മെൻറ്റ് വരാനായിരുന്നെങ്കിൽ ആ റേഞ്ച് വരേണ്ടതാണ്. പക്ഷേ എനിക്ക് വന്നില്ല. അപ്പോൾ നാളെ ചിലപ്പോൾ ഇത് ഈ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക. അതല്ല ഈ ലെവൽ R1 കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ ഈ ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്നത് ഈ ഷെയർ എൻ്റെ ഒരു കാൽക്കുലേഷൻ ഒരു ഇച്ചിരി ഹൈയിൽ 1096 ഇവിടുന്ന് ഒരു 10-15 രൂപ ഹൈയിൽ പോയിട്ട് ഈ റേഞ്ച് കട്ട് ചെയ്ത് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അതല്ല എങ്കിൽ വെയിറ്റ് ചെയ്യുക. ഈ റേഞ്ചിലേക്ക് R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ഇപ്പോൾ 1150 പോയിട്ട് ഈ റേഞ്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ മസ്ഡോക്ക് ശ്രദ്ധിക്കുക. മസ്ഡോക്ക് ഹെവി മൂവ്മെൻ്റാണ്. അപ്പോൾ ഈ ഷെയറിനകത്ത് നമുക്ക് ഈ R1 പ്രതീക്ഷിക്കാം. R1 വന്നിറങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല എങ്കിൽ ഈ ചെറിയ ഹൈയിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഈ പ്രീവിയസ് ഡേ ഹൈ വന്നിട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചാൻസ് എടുക്കുക. ഗോവ കാർബണും എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം 1000 രൂപയുടെ മുകളിൽ ഇപ്പോൾ ചാൻസ് കൂടുതലാണ് നാളെ മാർക്കറ്റ് സപ്പോർട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 1007 1020 ആ റേഞ്ചിലോട്ടൊക്കെ പോയിട്ട് ഈ 1007 താഴെ വരുമ്പോൾ മാത്രം എൻട്രി എടുക്കുക. അതിനുശേഷം VSTലും നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. VSTലും 332 ഹൈ. ഒന്നുകിൽ ഈ 332 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ എൻട്രി എടുക്കുക. അതല്ല എങ്കിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ 347 48 പോയിട്ട് ഈ റേഞ്ച് 345 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം.
CGCL R1 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. JGChem എന്ന് പറയുന്ന ഷെയർ അത് അപ്പർ സർക്യൂട്ടിനടുത്തായിരുന്നു. അപ്പർ സർക്യൂട്ട് അടിച്ചിട്ട് ലാസ്റ്റിലത്തെ ക്ലോസിങ് ഈ റേഞ്ച് വന്നെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ 2 റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. ഹെവി മൂവ്മെൻറ്റ് വന്നാൽ തീർച്ചയായിട്ടും വരും. മാർക്കറ്റിൽ ചെറിയൊരു സപ്പോർട്ട് കിട്ടിയാൽ മതി. അതുപോലെ ഈ GNFC നല്ല ചാൻസ് ആയിരിക്കും. GNFC ഒരു പ്രാവശ്യം ഈ R1 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് നമുക്ക് സാധ്യതയുണ്ട്. ഈ R1 പോയിട്ട് ഈ R1 താഴെ പോകുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. അതല്ല ഇവിടെ കഴിഞ്ഞതിന് ശേഷം ഈ റേഞ്ച് പൊട്ടിയാൽ ഈ റേഞ്ചിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും ഈ ഷെയറിനത്. വണ്ടർലൈൻ ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നത് 1100 മുകളിൽ പ്രാവശ്യം പോകാൻ ചാൻസ് കൂടുതൽ. പോയിട്ട് ഈ 1084 കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചാൻസ് എടുക്കാം. അതുപോലെ GRSC ഈ R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഇതിനെ മോൾഡ് ടെക്ക് നോക്കുക. മോൾഡ് ടെക്ക് 250-255 റേഞ്ച് വരാം. 254-91 R2 ആണ്. അപ്പോൾ ആ റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല ചെറിയ മൂവ്മെൻ്റ് ആണ് കിട്ടുന്നതെങ്കിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ നിന്ന് ഇറങ്ങുമ്പോഴും എൻട്രി എടുക്കാം. R1 വന്നിട്ട് ഇപ്പോൾ 247-48 പോയിട്ട് 245 കട്ട് ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം നമുക്ക് ചാൻസ് തരും. 4-5 രൂപയെങ്കിലും പ്രോഫിറ്റ് തരും അത്. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ ചെയ്യണം. പിന്നെ ബാക്കിയുള്ള ഷെയറിനകത്തല്ല നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒന്നുകിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുക. അതല്ല എങ്കിൽ R1 R2 ഏത് റേഞ്ച് വരെ പോകുന്നോ ആ റേഞ്ച് വരെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തിരിച്ചിറങ്ങുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഏത് ലെവലിൽ നിന്ന് ഫസ്റ്റ് കട്ട് ചെയ്യുന്നോ അവിടുന്ന് നമ്മൾ എൻട്രി എടുക്കണം. അന്നേരം വന്ന് ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടണം. അതല്ല ഒരു ഷെയർ ഹെവി ആയിട്ട് R1 R2 പെട്ടെന്ന് കയറി പോവാം. 2-3 മിനിറ്റ് കൊണ്ടൊക്കെ അല്ല 5 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് കയറി പോയിട്ട് തിരിച്ച് പെട്ടെന്ന് ഇറങ്ങുന്നതെങ്കിൽ നമ്മളൊന്ന് പെട്ടെന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് താഴെ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് വീണ്ടും തിരിച്ച് കയറാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള ഷെയറിനകത്ത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോൾ എൻട്രി എടുത്താലും ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ്. ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള കാര്യം. ഇതിനകത്ത് നമുക്ക് ചാൻസ് തന്നിട്ടുള്ള ഷെയറുകൾ നമുക്ക് നോക്കാം. മോൾഡ് ടെക്ക്, മോൾഡ് ടെക്കിനകത്ത് നമുക്ക് ഓപ്പണിങ് ഡൗണിലായിരുന്നു. നേരെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. ഇവിടെ 231 രൂപയെങ്കിൽ നമുക്ക് തിരിച്ച് 224 വരെ ഏകദേശം 7 രൂപ. അതിനുശേഷം വീണ്ടും ഹെവി മൂവ്മെൻറ്റ് വരുന്നുണ്ട്. പോയിട്ട് എന്തോ ചെയ്യുന്നു, ഇവിടെ കണ്ടില്ലേ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി വീണ്ടും ഒരു ഹൈ അടിച്ച് വീണ്ടും ഇറങ്ങി. ഇവിടെ ഇറങ്ങി 231-70 റേഞ്ച് എടുത്താൽ നമുക്ക് വീണ്ടും 227 റേഞ്ച് കിട്ടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഹെവി മൂവ്മെൻ്റ് ആണ്. പക്ഷേ ഇത്രയും ഹെവി മൂവ്മെൻറ്റ് നമുക്കെപ്പോഴും എൻട്രി കിട്ടത്തില്ല. നമ്മൾ പേടിച്ച് പോകും. പക്ഷേ ഇവിടെ വീണ്ടും നമുക്ക് 237 എൻട്രി എടുത്താൽ ചെറിയ രീതിയിൽ 234 2-3 രൂപ വെച്ച് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അടുത്ത് നമുക്ക് ചാൻസ് തന്നത് ഓയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഷെയറാണ്. ഓയിൽ ഇന്ത്യ ഓപ്പണിങ്ങിൽ ഡൗണിൽ നിന്ന് നേരെ വൺ സൈഡ് മൂവ്മെൻ്റ് ആണ്. മുകളിലോട്ട് പോയി പ്രീവിയസ് ഡേ കട്ട് ചെയ്തു, R1 കട്ട് ചെയ്തു, നിൽക്കുന്നില്ല. നേരെ R2 പോയി ഇവിടെ കട്ട് ചെയ്തു താഴോട്ടിറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. 662 എൻട്രി എടുത്താൽ 642 20 രൂപ തരുന്നുണ്ട്. പിന്നെ ഒരു ആവറേജൊക്കെ വരുന്നുണ്ട്. പിന്നെ തിരിച്ച് വീണ്ടും 633 നല്ല രീതിയിൽ പ്രോഫിറ്റ് ഷെയറിനകത്തുണ്ടായിരുന്നു. അതിനുശേഷം റെഡിങ്ടൺ എന്ന് പറയുന്നൊരു ഷെയർ, റെഡിങ്ടണകത്ത് ഓപ്പണിങ്ങിൽ തന്നെ ഇത് പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. 225-90 എടുത്താൽ നമുക്ക് 222 4 രൂപയ്ക്ക് അടുത്ത് കിട്ടുന്നുണ്ട്. വീണ്ടും അവിടെ വരുന്നുണ്ട്. വീണ്ടും വൺ സൈഡ് ഇറക്കമാണ്. പക്ഷേ പെതുക്കെയാണ് ഇറങ്ങുന്നത്. ലാസ്റ്റിൽ 223 ഏകദേശം 5 രൂപ 2 പ്രാവശ്യം 4-5 രൂപ വെച്ച് പ്രോഫിറ്റ് തരുന്നുണ്ട്. പിന്നെ ഓട്ടോ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഷെയർ, ഓട്ടോ ഇൻഡസ്ട്രീസ് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. ഇവിടെ നമ്മൾ എൻട്രി എടുക്കും. 150 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്ക് 134 റേഞ്ച് വരും. 6 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ
TCNS ബ്രാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ അത് ആവറേജ് അതിൻ്റെ 397 ആ റേഞ്ച് വരെ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 399 വരെ വന്ന് നമ്മൾ 397 താഴോട്ട് ഒരു വേണ്ടി എടുക്കും. 397 ഈ റേഞ്ച് എൻ്റെ എടുത്തിരുന്നേക്ക് 1 സൈഡ് മൂവ്മെൻറ്റ് താഴോട്ട് 392 വരെ തന്നിട്ടുണ്ട്. അധികം ഷെയർ ഇന്നില്ല, ഇത്രയും ഷെയറുകളൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ ഈ ഷെയറിനകത്ത് ഈ തന്നിരിക്കുന്ന ഷെയർ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ ഷെയറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് ഷെയറിനകത്തൊക്കെ നല്ല ചാൻസ് കിട്ടാൻ സാധ്യത, ഞാൻ ഏറ്റവും മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനകത്ത് നല്ല ചാൻസ് വരാൻ സാധ്യതയുണ്ട്. GNFCക്കകത്ത് നല്ല ചാൻസ് വരാൻ സാധ്യതയുണ്ട്. മസ്ഡോക്കൊക്കെ നല്ല ഹെവി മൂവ്മെൻറ്റ് കിട്ടിയാൽ ഓക്കെ, അതല്ല എങ്കിൽ വെയിറ്റ് ചെയ്യുക. നമുക്ക് എപ്പോൾ ചാൻസ് കിട്ടുന്ന അന്നേരം മാത്രമേ എൻട്രി എടുക്കാവൂ. പ്ലസ് നിൽക്കുന്ന ഷെയറിൽ പോയി എപ്പോഴും പോയി ഷോർട്ട് ചെയ്യരുത്. ചാൻസ് കിട്ടുമ്പോൾ മാത്രം എൻട്രി എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.